ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരേ ഒരു ചർച്ചാ വിഷയം മാത്രം. ഉത്തരവാദിത്തമുള്ള ഒരു പ്രതിപക്ഷ നേതാവ്, രാജ്യത്തിന്റെ ലോക്സഭാ പ്രതിപക്ഷ കസേരയിലിരിക്കുന്ന ഒരാൾ, സ്വന്തം രാജ്യത്തിന്റെ അന്തസ്സും ഒരു വിദേശ വനിതാ ഭരണാധികാരിയുടെ മാന്യതയും കാറ്റിൽ പറത്തി എത്രത്തോളം തരം താഴും. ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ തലയെടുപ്പ് കൂട്ടാൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാപ്പകൽ പണിയെടുക്കുമ്പോൾ ഇവിടെ സ്വന്തം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പരിഹസിക്കാൻ വിദേശത്തുള്ള ഒരു പ്രധാനമന്ത്രിയുടെ പേര് വലിച്ചിഴച്ച് തമാശ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവെന്നാൽ ഉത്തരവാദിത്തത്തിന്റെ പ്രതീകമാകേണ്ടതാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചതോ തെരുവ് നാടക നിലവാരത്തിലുള്ള തമാശകളും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ മുഖം വികൃതമാക്കുന്ന അല്പത്തരങ്ങളും മാത്രം. രാഷ്ട്രീയത്തിൽ എതിർപ്പുകളാകാം, വിയോജിപ്പുകളാകാം, എന്നാൽ അതൊരു വ്യക്തിഹത്യയിലേക്കും വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തെ വെല്ലുവിളിക്കുന്നതിലേക്കും എത്തുമ്പോൾ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ആ വ്യക്തിയുടെ രാഷ്ട്രീയ പക്വത മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ നിലവാരമാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. രാഹുൽ ഗാന്ധിയുടെ ഈ മര്യാദകേടും അതിനു പിന്നിലെ കറുത്ത രാഷ്ട്രീയവുമാണ്. നിങ്ങൾ നോക്കൂ, രാഷ്ട്രീയത്തിൽ വിമർശനം ഉണ്ടാകും, പരിഹാസം ഉണ്ടാകും, പക്ഷേ ഒരു പരിധിയുണ്ട്. ഒരു പരിധി കടന്നാൽ അത് പിന്നെ രാഷ്ട്രീയം മാത്രമല്ല, അത് രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ചോദ്യമാണ്. രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്, പാർലമെന്റിൽ സർക്കാരിനെ ചോദ്യം ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള നേതാവ്. പക്ഷേ സംഭവിച്ചതോ? ചോദ്യം ഇതാണ്: നിങ്ങളുടെ രാഷ്ട്രീയ ആയുധം എന്തായിരിക്കണം? വസ്തുതകളോ വാദങ്ങളോ നയപരമായ വിമർശനങ്ങളോ ആവണം, അല്ലെങ്കിൽ വേദിയിൽ ഒരു തമാശ പറഞ്ഞ് കയ്യടി വാങ്ങാനുള്ള ശ്രമമാണോ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത്? ഇവിടെയാണ് കഥ തുടങ്ങുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയത്തെ വിമർശിക്കാം, തീർച്ചയായും വിമർശിക്കാം. മോദി വിദേശ രാജ്യങ്ങളുമായി ഇടപെടുന്ന രീതിയെ ചോദ്യം ചെയ്യാം, അതും ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ വിദേശ നയത്തെ വിമർശിക്കാൻ പോയിട്ട് വിദേശ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തന്നെ ഒരു രാഷ്ട്രീയ തമാശയിലെ കഥാപാത്രമാക്കേണ്ട ആവശ്യം എന്താണ്? ഇതാണിപ്പോൾ ഉയരുന്ന വലിയ ചോദ്യം. കാരണം രാഷ്ട്രീയ വേദിയിൽ പറഞ്ഞ ഒരു വാക്ക് അവിടെ ഇരുന്നവർ ചിരിച്ചിട്ട് തീരുന്ന കാര്യമല്ല. ഒരു നേതാവിന്റെ വാക്കുകൾക്ക് ഭാരമുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണെങ്കിൽ. ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകൻ മൈക്കിന് മുന്നിൽ പറയുന്ന വാക്കും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുന്ന വാക്കും ഒരേ തൂക്കത്തിൽ അളക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയത്തെ പരിഹസിക്കാൻ ശ്രമിച്ചു, ഒരാംഗ്യം കാണിച്ചു, വേദിയിൽ ഒരു നേതാവിനെ കെട്ടിപ്പിടിച്ചു, പിന്നെ അതിലേക്ക് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ പേര് വന്നു. അവിടെയും തീർന്നോ? ഇല്ല. അവിടെ നിന്നാണ് സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വേദികളിലും വലിയ ചർച്ച തുടങ്ങിയത്. ഇപ്പോൾ ചോദ്യം രാഹുൽ ഗാന്ധിയോടാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കാൻ ഇത്രയും വലിയൊരു രാജ്യത്ത് വാക്കുകൾ തീർന്നു പോയോ? ഇന്ത്യയുടെ വിദേശ നയം വിമർശിക്കണമെങ്കിൽ നയതന്ത്ര രേഖകൾ പുറത്തെടുക്കാം, കരാറുകൾ ചർച്ച ചെയ്യാം, വിദേശ ബന്ധങ്ങളുടെ നേട്ടങ്ങളും നഷ്ടങ്ങളും എണ്ണി പറയാം. പക്ഷേ വിദേശ നേതാക്കളുടെ പേരെടുത്ത തമാശയാക്കിയാൽ അതാണോ ശക്തമായ പ്രതിപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത്? ഇനി മറ്റൊരു കാര്യം, അപ്പോൾ ചോദ്യം വളരെ രാഷ്ട്രീയത്തിൽ കയ്യടി കിട്ടുന്നത് എളുപ്പമാണ്, പക്ഷെ ബഹുമാനം നേടുക അത്ര എളുപ്പമല്ല. ഒരു പഞ്ച് ലൈൻ കൊണ്ട് സദസ്സിനെ ചിരിപ്പിക്കാം, പക്ഷേ തെറ്റായ വാക്കുകൊണ്ട് രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് വലിയ വില കൊടുക്കേണ്ടിയും വരും. അതുകൊണ്ട് ഇന്നത്തെ ചോദ്യം രാഹുൽ ഗാന്ധിയുടെ ഒരു പരാമർശത്തെക്കുറിച്ച് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ നിലവാരം എവിടെയാണ് നിൽക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. വിമർശനം വേണം, പക്ഷെ നിലവാരം വേണം. പരിഹാസം വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ പരിധി വേണം. രാഷ്ട്രീയ പോരാട്ടം വേണമെങ്കിൽ നടത്താം, പക്ഷേ രാജ്യത്തിന്റെ പ്രതിച്ഛായയും നയതന്ത്ര മര്യാദയും മറക്കാമോ? അതാണ് കാരണം. മൈക്കിന് മുന്നിൽ പറയുന്ന ഓരോ വാക്കും കയ്യടിക്ക് വേണ്ടിയുള്ളതല്ല. ചില വാക്കുകൾ ചരിത്രം മറക്കില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിന്റെ പശ്ചാത്തലം എന്താണ്? ഡൽഹിയിൽ നടന്ന കോൺഗ്രസ് ദേശീയ കൺവെൻഷനിലായിരുന്നു സംഭവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയത്തെ വിമർശിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. വിദേശ നേതാക്കളെ കാണുമ്പോൾ പ്രധാനമന്ത്രി അവരെ ആലിംഗനം ചെയ്യുന്നതിനെ പരിഹസിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. വിദേശ നയം എന്നത് നേതാക്കളെ കെട്ടിപ്പിടിക്കുന്നതല്ലെന്നും അതിനു പിന്നിൽ വ്യക്തമായ നയതന്ത്ര താല്പര്യങ്ങളും നയങ്ങളും വേണമെന്നുമായിരുന്നു രാഹുലിന്റെ രാഷ്ട്രീയ പരിഹാസത്തിന്റെ സാരം. പക്ഷെ അവിടെ ഒരു ഘട്ടത്തിലാണ് സംഭവം കൂടുതൽ ശ്രദ്ധ നേടിയത്. വേദിയിലുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിതിനെ രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിച്ച് കാണിച്ചു. അപ്പോഴാണ് മെലോണിയുടെ പേര് തമാശയായി കടന്നു വരുന്നത്. മെലോണിയാണെന്ന് കരുതിയാണോ കെട്ടിപ്പിടിച്ചത് എന്ന രീതിയിലുള്ള തമാശയ്ക്ക് രാഹുൽ നൽകിയ മറുപടിയും സദസ്സിൽ ചിരിയുണ്ടാക്കി. അവിടെ സദസ്സിന് ഒരു തമാശയായിരിക്കാം അത്, പക്ഷേ രാഷ്ട്രീയത്തിൽ ഒരു വേദിയിലെ തമാശ അവിടെ അവസാനിക്കണമെന്നില്ല. പ്രത്യേകിച്ച് ആ വാക്കുകൾ പറയുന്നത് രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണെങ്കിൽ. ഇവിടെയാണ്
പറയുകയാണ്, ഇത് രാഷ്ട്രീയ വിമർശനമല്ല, രാഷ്ട്രീയ നിലവാരത്തിന്റെ തകർച്ചയാണ് കാണിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം, അദ്ദേഹത്തിന്റെ വിദേശ നയത്തെ ചോദ്യം ചെയ്യാം, ഏത് രാജ്യവുമായി ഇന്ത്യ ബന്ധം സ്ഥാപിക്കുന്നു, എന്ത് കരാറുകളാണ് ഉണ്ടാക്കുന്നത്, എന്താണ് അതിന്റെ ഗുണവും ദോഷവും എല്ലാം ചർച്ച ചെയ്യാം. പക്ഷേ വ്യക്തിപരമായ പരിഹാസത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ പറയുക. പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളിലെ നേതാക്കളുമായി നടത്തുന്ന വ്യക്തിപരമായ ഇടപെടലുകൾക്ക് അമിത പ്രാധാന്യം നൽകുന്നു എന്നതാണ് കോൺഗ്രസിന്റെ പ്രധാന ആരോപണങ്ങളിൽ ഒന്ന്. അതായത് രാഹുലിന്റെ പരാമർശം പെട്ടെന്നുണ്ടായ ഒന്നല്ല, അത് മോദിയുടെ വിദേശ നയത്തെ ലക്ഷ്യമിട്ടുള്ള വലിയ രാഷ്ട്രീയ ആക്രമണത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണ്? ഒരു നയത്തെ ആക്രമിക്കുമ്പോൾ വ്യക്തിയെ ആക്രമിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് ഈ സംഭവത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി. കാരണം ഇന്ന് ഇന്ത്യയുടെ വിദേശ നയം ചർച്ച ചെയ്യുമ്പോൾ മുന്നിലുള്ളത് ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമാണ്. ഇറ്റലിയുമായുള്ള ബന്ധം തന്നെ എടുത്താൽ വ്യാപാരം, പ്രതിരോധ സഹകരണം, സാങ്കേതിക വിദ്യ, നിക്ഷേപം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യയും ഇറ്റലിയും സഹകരിക്കുന്നുണ്ട്. അതിനാൽ ഒരു വിദേശ നേതാവിന്റെ പേര് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പരിഹാസത്തിന് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ രാഷ്ട്രീയ പ്രതിഫലനം ചർച്ചയാകും. ഈ വിവാദത്തിന്റെ ആഴം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്ന ഏറ്റവും വലിയ സംഭവ വികാസമാണ് പിന്നീട് അരങ്ങേറിയത്. രാഹുൽ ഗാന്ധിയുടെ ഈ പക്വതയില്ലാത്ത പരാമർശത്തിനെതിരെ ഡൽഹിയിലെ ഇറ്റാലിയൻ എംബസി തന്നെ ഔദ്യോഗികമായി രംഗത്ത് വന്നു. ഇന്ത്യൻ രാഷ്ട്രീയ തർക്കങ്ങളിലേക്ക് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെ അനാവശ്യമായി വലിച്ചിഴയ്ക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം ആക്ഷേപകരവും പ്രതിഷേധാർഹവുമാണെന്ന് അവർ കടുത്ത ഭാഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയമായ സംവാദങ്ങളെ ഏത് രാജ്യവും സ്വാഗതം ചെയ്യുമെന്നും എന്നാൽ തങ്ങളുടെ പ്രധാനമന്ത്രിയോടുള്ള അനാദരവ് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും എംബസിയുടെ പ്രസ്താവനയിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. കേവലം ഒരു ആഭ്യന്തര രാഷ്ട്രീയ പോരിനപ്പുറം ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ തന്നെ ബാധിക്കുന്ന വലിയൊരു അന്താരാഷ്ട്ര വിവാദത്തിലേക്കാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പരിഹാസം എന്തായാലും വഴിമാറിയിട്ടുള്ളത്. സ്വന്തം രാജ്യത്തിന്റെ അന്തസ്സിനെ കുറിച്ച് പോലും ചിന്തിക്കാതെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളുടെ ഭരണാധികാരികളെ പരിഹസിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ ലോകം എങ്ങനെ നോക്കിക്കാണും? നമുക്കറിയാം, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നത് കേവലം ഒരു പദവിയല്ല, മറിച്ച് രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിലെ അതിപ്രധാനമായ ഒരു ഘടകം കൂടിയാണ്. ഭരണപക്ഷത്തെ ചോദ്യം ചെയ്യാനും ജനങ്ങളുടെ ശബ്ദമാകാനുമാണ് ആ സ്ഥാനത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ പ്രധാനപ്പെട്ട കസേരയിൽ ഇരിക്കുന്ന ഒരാൾ പൊതുവേദികളിൽ ഇത്തരത്തിലുള്ള പക്വതയില്ലാത്ത പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് വലിയൊരു തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. രാഹുൽ ഗാന്ധിയെ ഒന്ന് തിരുത്താൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ പാർട്ടിക്കുണ്ടാവുന്ന ദോഷം ചൂണ്ടിക്കാണിക്കാൻ കോൺഗ്രസിൽ ആരുമില്ലേ? അത്രയധികം നേതാക്കളും ഉപദേഷ്ടാക്കളും വലിയ വലിയ പണ്ഡിതന്മാരും ഒക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന രാജ്യത്തെ ഏറ്റവും പഴയ പ്രസ്ഥാനമാണല്ലോ കോൺഗ്രസ്. എന്നിട്ടും അവരുടെ മുൻനിര നേതാവ് ഇത്തരത്തിലുള്ള ഒരു അന്താരാഷ്ട്ര വിവാദത്തിൽ ചെന്ന് ചാടുമ്പോൾ ആരും അതൊന്നും തടയാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ആ പാർട്ടിയുടെ അടിത്തറ എത്രമാത്രം ദുർബലമാണെന്ന് വ്യക്തമാകുന്നത്. ചുറ്റുമുള്ളവരാരും രാഹുൽ ഗാന്ധിക്ക് നല്ലൊരു ഉപദേശം നൽകുന്നില്ലേ? അതോ രാഹുൽ ഗാന്ധി പറയുന്നതൊക്കെ കണ്ണടച്ച് വിശ്വസിച്ച് കൈയടിക്കാൻ മാത്രമുള്ള ഒരു സംഘടനയായി കോൺഗ്രസ് നേതൃത്വം ചുരുങ്ങിപ്പോയോ? ഒരു പ്രധാനമന്ത്രി പദത്തിന് വേണ്ടി സ്വയം സ്വപ്നം കാണുന്ന ഒരാൾ പൊതുവേദികളിൽ ഇത്രയും നാണം കെട്ട രീതിയിൽ തമാശകൾ പറയുമ്പോൾ അത് പാർട്ടിക്ക് വരുത്തി വെക്കുന്ന നാണക്കേട് നിങ്ങൾ തന്നെ ഓർത്തു നോക്കൂ. സ്വന്തം നേതാവിന്റെ വാ മൂടിക്കെട്ടാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഇതൊക്കെ കണ്ട് രാജ്യത്തെ ജനങ്ങൾ കൈയടിക്കുമെന്ന് രാഹുൽ ഗാന്ധി കരുതുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വലിയൊരു രാഷ്ട്രീയ അബദ്ധം മാത്രമാണ്. രാഷ്ട്രീയത്തിൽ ജയിക്കാനും ജനങ്ങളുടെ അംഗീകാരം നേടാനും ഗൗരവമേറിയ നയങ്ങളും ആശയങ്ങളും വേണം. അല്ലാതെ വെറുതെ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും വിദേശ നേതാക്കളുടെ പേര് പറഞ്ഞ് തമാശകളി കളിക്കുകയും ചെയ്താൽ ആരും വോട്ട് ചെയ്യില്ല. കഴിഞ്ഞ കുറേ കാലമായി രാഹുൽ ഗാന്ധി നടത്തുന്ന ഓരോ നീക്കളും കോൺഗ്രസ് പാർട്ടിക്ക് കൂടുതൽ കൂടുതൽ തിരിച്ചടികളാണ് സമ്മാനിക്കുന്നത്. എന്നിട്ടും ഒരു തിരുത്തലിനും അവർ തയ്യാറാകുന്നില്ല. ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിന്റെ നേർവിപരീതമാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രവൃത്തികൾ. രാജ്യത്തിന്റെ വികസനത്തോടോ സുരക്ഷയോടോ ഒട്ടും ആത്മാർത്ഥത കാണിക്കാതെ എങ്ങനെയെങ്കിലും വാർത്തകളിൽ ഇടം നേടാൻ വേണ്ടി മാത്രം ഇത്തരം മര്യാദകേടുകൾ കാണിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനും ചേർന്നതല്ല. സ്വന്തം പാർട്ടിയുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് മറ്റാരോ അല്ല, രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പക്വതയില്ലാത്ത ശീലങ്ങൾ തന്നെയാണെന്ന് കോൺഗ്രസിലെ വിവേകമുള്ള നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയുക.
തിരിച്ചറിയുന്നത് നന്നായിരിക്കും. ഈ സംഭവ വികാസങ്ങളെല്ലാം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണ്? രാഷ്ട്രീയം എന്നത് വെറും വാചകമടിയോ വ്യക്തിപരമായ പരിഹാസങ്ങളോ അല്ല, അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. രാജ്യത്തിന്റെ പരമോന്നത പദവിയിൽ ഇരിക്കുന്നവരെയും സൗഹൃദ രാജ്യങ്ങളുടെ തലവന്മാരെയും വേദിയിലിരുന്ന് കളിയാക്കുമ്പോൾ അത് ആ വ്യക്തിയുടെ മാത്രമല്ല പ്രസ്ഥാനത്തിന്റെ തന്നെ സംസ്കാരത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. സ്വന്തം രാജ്യത്തിന്റെ അന്തസ്സിനേക്കാൾ വലുതല്ല രാഷ്ട്രീയ തമാശകളെന്ന് തിരിച്ചറിയാൻ ഇനിയെങ്കിലും രാഹുൽ ഗാന്ധി കഴിയുമോ എന്നാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. കാരണം ഇത്രയും പക്വതയില്ലാതെ ഒരു പ്രതിപക്ഷ നേതാവ് പെരുമാറുന്നുണ്ടെങ്കിൽ എത്രമാത്രം തരം താഴ്ന്നു പോയെന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.